തീർച്ചയായിട്ടും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് വലിയ പ്രയാസത്തിലാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് 10ാം ക്ലാസ് പഠിക്കുന്ന മോനുണ്ട്. അവൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു മോന് ഖത്തറിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മോള് ഈ പറഞ്ഞ പോലെ തന്നെ ഇവൻ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മോനും മോളുടെ ഹസ്ബൻഡും അവർ ഒരുമിച്ചുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് വലിയ മോനെ കുറിച്ചൊന്നും ചിന്തകൾ ഇല്ല. കാരണം വെച്ചാൽ അവനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ജീവിക്കാനും എല്ലാം പഠിച്ചു വരുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ എൻ്റെ ഒരു ചെറിയ ടെൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിന്തകൾ എന്ന് പറയുമ്പോൾ ചെറിയ മോൻ 10ാം ക്ലാസ് പഠിക്കുന്ന മോനെ കുറിച്ചാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ വൈഫ് ഖത്തറിലും പിന്നെ ഞാൻ ഇവിടെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് മോൻ അവിടെ നമ്മുടെ ഒരു മകളുടെ വീട്ടിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത് മകൻ. അപ്പോൾ എല്ലാ സമയങ്ങളിലും ഇങ്ങനെ വിളിച്ച് വിവരങ്ങൾ അറിയാറും. അതുപോലെ തന്നെ എവിടെ പോവുകയാണെങ്കിൽ 5 മിനിറ്റ് കൂടുതൽ അവിടെ നിൽക്കാൻ പാടില്ല. എവിടെ എത്തിയോ അവിടെ എത്തിയാ അപ്പോൾ കോൾ ചെയ്യുക, എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിനിപ്പോൾ എത്ര മാതാപിതാക്കൾ ശ്രദ്ധിച്ചാലും, അല്ലെങ്കിൽ എത്ര മോട്ടിവേറ്റേഴ്സ് എത്ര എന്ത് പറഞ്ഞു കൊടുത്തിട്ടും, എത്ര അധ്യാപകന്മാർ നല്ല രീതിയിൽ പഠിപ്പിച്ചാലും ഒരിക്കലും ഈ പറയുന്ന പ്രവണതകളൊന്നും നാട്ടിൽ കുറയില്ല. ഇത് കുറയണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ജീനിലുള്ളത്, അതായത് നമ്മുടെ രക്തത്തിലുള്ളതാണ്. നമ്മൾ എന്താവണം എന്നുള്ളത് കുറേയൊക്കെ നമ്മൾ അത് സ്വയം. ഇത് എൻ്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ട്, അവൻ പറയുന്ന പോലെ ഒരു 20 വയസ്സ് വരെ അവരെന്ത് ചെയ്യട്ടെ, 20 കഴിയുമ്പോൾ അവർക്ക് ബോധം വരും. ആ സമയത്തേക്ക് അവർ മാറ്റി ചിന്തിക്കും. അല്ലാതെ നമുക്ക് 24 അവർ ഇവരെ കൂടെ നടക്കാനോ ഇവരെന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എന്ന് നോക്കാനോ നമുക്ക് കഴിയില്ല. നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ അവരെ നമ്മൾ ചോദിക്കുന്നു, വിവരങ്ങൾ അറിയുന്നു എന്നല്ലാതെ നമുക്ക് ഇവർ പോകുന്ന എല്ലായിടത്തും നമുക്ക് ക്യാമറ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനൊന്നിനും നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യം പറ്റില്ല. പക്ഷെ നമ്മളെ കൊണ്ട് എങ്ങനെ ഗൈഡ് ചെയ്യാൻ തീർച്ചയായിട്ടും അത്രേ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നത് പറഞ്ഞ പോലെ കൂടെ നിൽക്കുക, ഗൈഡ് ചെയ്യുക. ഇപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം, ഇത്രയും പ്രചാരത്തിൽ വന്നതിന് ശേഷം ആണ് ഇത്രയധികം പ്രശ്നങ്ങൾ നാട്ടിലുണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരുപാട് മോട്ടിവേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും നമുക്ക് എന്ത് സെർച്ച് ചെയ്താലും കാണാനും കണ്ടുപിടിക്കാനും അത് ചെയ്യാനും എല്ലാം നമുക്ക് കഴിയുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടെന്നല്ല, ശ്രദ്ധിക്കണം. അതുകൂടാതെ തന്നെ അതായത് ഈ മക്കൾക്ക് തന്നെ ഒരു ബോധം വേണമല്ലോ. ഇത് ചെയ്യണം ഇത് ചെയ്യേണ്ട എന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാവും. ഇപ്പൊ ഈ ലോകത്ത് ഒരു മോട്ടിവേറ്റേഴ്സിനും ഒരാളെ നന്നാക്കാൻ കഴിയില്ല. അവരുടെ കാര്യം തന്നെ, എനിക്കറിയാവുന്ന ഒരുപാട് മോട്ടിവേറ്റേഴ്സ് ഉണ്ട്, അവരുടെ കാര്യം തന്നെ വളരെ പ്രയാസം. ഇത്തരം വിഷയങ്ങൾ അവരുടെ മക്കൾക്ക് വരുമ്പോൾ പോലും അവർ തലയിൽ കൈയും വെച്ചിട്ട് ഇരിക്കുന്ന ഒരു ഗതികേട്ടാണ്. പിന്നെ ആരെ നന്നാക്കാൻ കഴിയും? ഒന്നും കഴിയില്ല. അപ്പോൾ ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമ്മൾ അതിനൊക്കെ ചെറിയ രീതിയിലൊക്കെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ മക്കളുടെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് ലയിച്ചു പോകും. മക്കൾക്ക് എന്താണോ ഇഷ്ടം ആ മക്കളുടെ കൂടെ നിന്ന് കൊടുക്കുക. അത്രേ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുള്ളൂ. പറഞ്ഞാൽ മക്കളൊരു സിഗരറ്റ് വലിക്കണം അല്ലെങ്കിൽ ഒരു കഞ്ചാവ് വലിക്കുന്ന കുട്ടികളാവണം എന്നുള്ള അതിലേക്ക് ലയിക്കാന്നല്ല. ആ മക്കളുടെ ഇഷ്ടം എന്താണോ, സ്വഭാവം എന്താണോ ആ സ്വഭാവത്തിനനുസരിച്ച് അവർക്ക് അപ്രോച്ചബിൾ ആവുക അല്ലേ? അതായത് എന്തിനും മാതാപിതാക്കളോട് എനിക്ക് പറയാം. അതിന് ആ ഒരു സപ്പോർട്ട്. കാരണം വെച്ചാൽ മക്കൾക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്തേക്കായിരിക്കും മക്കളുടെ ലൈഫ് വരുന്നത്. പക്ഷെ അതിനും നമ്മൾ നിന്നു കൊടുക്കുക. അതാ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവരെ പഴിചാരാനോ അവരെ ഒഴിവാക്കാനോ അല്ല നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ എത്രയോ മീഡിയയിൽ കാണുന്നുണ്ട് ഈ വിഷയങ്ങൾക്ക് ശേഷം അച്ഛനമ്മമാർ വന്നിട്ട് എൻ്റെ മോൻ അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നു ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ കൂടുതൽ അതിലേക്ക് കൊണ്ടുപോയിട്ട് വഷളാക്കുന്നതിനേക്കാൾ നല്ലത് അവരെ ഏത് രീതിയിൽ ചേർത്ത് പിടിക്കാൻ കഴിയും എന്നാണ് നോക്കേണ്ടത്. അവരെ അതിൽ നിന്നും എങ്ങനെ വെളിയിലേക്ക് കൊണ്ടുവരാൻ അത്രേ പറ്റുള്ളൂ. അല്ലാതെ ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പോലീസിനെ കുറ്റം പറഞ്ഞിട്ടോ മറ്റു നമ്മളുടെ മക്കള് മോശമായിട്ട് നമ്മൾ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അത് നമ്മളുടെ ഭാഗത്ത് വന്ന വീഴ്ചകൾ നമ്മൾ എങ്ങനെ ശരിയാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കുക. അതനുസരിച്ച് കുറ്റം പറയാണ്ട് തിരിച്ചിങ്ങോട്ട് തീർച്ചയായിട്ടും അതാണ് വേണ്ടത് നമുക്ക്. അതല്ലാതെ നമ്മൾ ഗവൺമെന്റിനെ ലോനെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം. ഇപ്പം നമ്മൾ ജീവിക്കുന്ന നാട്, ഞാൻ ഓൾമോസ്റ്റ് 35 വർഷമായി GCCയിൽ.
ഈ 35 വർഷമായിട്ട് എനിക്കറിയാം, ഇവിടുത്തെ നിയമങ്ങൾ നമുക്കറിയാം. ഉം. ഇവിടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ജനങ്ങളും ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും it's a global 360ഓളം രാജ്യത്തുള്ള ആളുകൾ യു എയിലുണ്ട്. ഉം. ഇത്രയും ആളുകളിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് ആണ് ചിലപ്പോൾ ഇവിടെ വരുന്നുണ്ടാവുക. ഉം. അവരൊക്കെ വളരെ കൂളായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. ഉം. ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും ദാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സോറി എന്നും പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ആളുകൾ. ഏതൊരു സ്ത്രീക്കും 24/7 ഇവിടെ ഇറങ്ങി നടക്കാം. Yes. ഒരാൾ പോലും ആവശ്യമില്ലാതെ അവരുടെ ശരീരത്തിൽ തൊടാനോ അല്ലെങ്കിൽ ഒന്ന് ചൂളിട്ട് വിളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ കമൻസ് പറയാനോ കഴിയില്ല, ധൈര്യപ്പെടില്ല. അതെന്തുകൊണ്ടാണ്? ഇവിടുത്തെ ലോ അതാണ്. Yes. നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവിടുത്തെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് ഉം. അവർക്കറിയാം ഇതിന്നൊക്കെ രക്ഷപ്പെട്ടു പോരാൻ പറ്റും എന്നൊരു ചിന്തകളാണ് അവർ. നേരെ മറിച്ച് ഇവിടെ അങ്ങനെയല്ല. ഉം. ഇവിടെ കൊന്നോനെ No കൊല്ലും. escape. അത്രയും. ഉം. അതുകൊണ്ടാണ് കർശന ഇത്രയും നിയമങ്ങൾ കർശന വന്നേ നിയമങ്ങൾ. മതിയാവൂ. അതുകൊണ്ടാണ് ഇത്രയും ചെറിയൊരു രാജ്യത്ത് ഇത്രയും കൂളായിട്ട് ആൾക്കാർ ജീവിച്ചു. തീർച്ചയായിട്ടും എല്ലാവരും എന്താ പറയുക, സഹജീവികളോട് സഹകരിച്ചു പോവുക എന്ന് പറയും. ഒരു തീർച്ചയായും. കുഴപ്പമില്ലാണ്ട്. പിന്നെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് നാട്ടിൽ മക്കളൊക്കെ വലിയ മക്കളുള്ള ആളുകൾ, അതായത് പഠിക്കുന്ന മക്കളൊക്കെ ഉള്ള ആളുകൾ തമ്മിൽ അവർ ശരിക്കും സമാധാനത്തോട് കൂടി ഉറങ്ങാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. ഒന്നും വേണ്ട, നമ്മളൊരു എന്താ പറയുക, ഇങ്ങനെ വാർത്ത കേൾക്കുമ്പോൾ പോലും നമുക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. Okay. നാട്ടിലെ കാര്യം ആലോചിച്ച്. തീർച്ചയായിട്ടും. അപ്പോൾ അവരെ രക്ഷിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും? അതെ. ഒരു കുട്ടികളും ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം പാതി താൻ പാതി. അത്രയും. സൂപ്പർ. അപ്പം മനസ്സിലായാലോ, ലൈഫിൽ മാക്സിമം പോസിറ്റിവിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് ലൈഫിൽ അടുത്തത് എന്ത് നല്ലത് ചെയ്യാം, നമ്മളെ എങ്ങനെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താം എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ ഫാമിലിയും ടേക്ക് കെയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം സക്സസ്ഫുൾ ബിസിനസ്മാൻ മാത്രമല്ല, ഈസ് എ സക്സസ്ഫുൾ ഫാദർ ടു ആൻഡ് ഈസ് എ സക്സസ്ഫുൾ ഹസ്ബൻഡ്. സോ എല്ലാ റോളിലും സക്സസ് എന്താ പറയുക, അതിൻ്റെ ഒരു രസവും അതിൻ്റെ ഒരു രുചിയും മധുരവും ഒക്കെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ജീവിതവുമായി മുന്നോട്ട് പോകുന്നു അല്ലേക്കാ? സോ ലൈഫ് പൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. വേറെ എന്തെങ്കിലും ന്യൂജന് ഇക്ക ജീവിച്ച ഒരു രീതിയും കാര്യങ്ങളും മനസ്സിലാക്കിയത് വെച്ചിട്ടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ന്യൂജന് വേണ്ടി നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. ഓക്കെ. അവരെ മാക്സിമം സന്തോഷപ്പെടുത്തി ജീവിക്കാൻ പറ്റും, അതുമാത്രം. അല്ലാതെ വേറെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇല്ല. ശരിക്കും നല്ലൊരു അച്ഛനോടും അമ്മയോടും ഇഷ്ടമുള്ള ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് ഒരിക്കലും ഇതുപോലുള്ള ഡ്രഗ്സിന്റെ പിന്നാലെ പോകില്ല. ഓക്കെ. അതില്ലാതെ വരുമ്പോഴാണ് ഇത്. വീട്ടിൽ നിന്ന് കുറച്ച് സ്നേഹം ഈ അച്ഛനമ്മമാർ അവർക്ക് മക്കൾക്ക് കൊടുക്കുക. മക്കള് വരുന്ന സമയങ്ങളിലൊക്കെ അവരോട് നല്ല രീതിയിൽ ഇന്ന് സംസാരിക്കുക. മക്കളായിട്ട് ഒരുമിച്ച് നടക്കാനും സംസാരിക്കാനും കളിക്കാനും ഒക്കെ അച്ഛനമ്മമാർ ഒരു ടൈം ഡെഡിക്കേറ്റ് അല്ലേ? അവർ പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ എന്താ പറയുക, മക്കളുടെ മുന്നിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫോണും പിടിച്ച് രണ്ടുപേരും അപ്പുറത്തപ്പുറത്തൊക്കെ ചെന്നിരുന്നിട്ട് ഈ സംസാരിക്കുന്നതിനേക്കാൾ അത്രയും സമയം മക്കളായിട്ട് മിങ്കിൾ ചെയ്ത് പോവാം. വെരി വാലിഡ് പോയിന്റ്. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ നമ്മളൊന്നും വിചാരിച്ചിട്ടല്ല. ശരിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ പറയും അത് ശരിക്കും ഒരു അത് ദൈവനിശ്ചയാണെന്ന് പറയും. പക്ഷെ ഈ ദൈവനിശ്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞിട്ടുള്ള നീ ചെയ്യാനുള്ള നീ ചെയ്യും. അതായത് പള്ളിയിൽ പോകുന്ന ഒരാളോട് അയാളുടെ ഒട്ടകത്തിന് പുറത്ത് വെറുതെ ഫ്രീ ആക്കി വിട്ടിട്ട് പള്ളി പോകുന്ന ആളോട് റസൂൽ പറഞ്ഞ കാര്യം, നീ എൻ്റെ ഒട്ടകത്തെ കെട്ടി ഞാൻ നിസ്കരിക്കാൻ പോവാണ്, എനിക്ക് എൻ്റെ എന്താ പറയാ, അത് അള്ളാഹു നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു അള്ളാഹു നോക്കിക്കോളും, പക്ഷെ അതിനെ കെട്ടിയിടാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് അള്ളാഹു തന്നെയാണ്, അത് ആദ്യം ചെയ്യുക, എന്നിട്ട് പോയിട്ട് നീ നിസ്കരിക്കാൻ. അത് അങ്ങനെ അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ആർക്കും ഒന്നും പറയാനും ചിരിക്കാനും സംസാരിക്കാനും ഒന്നിനും സമയമില്ല. പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഗൾഫിൽ വരുന്ന സമയത്ത് 91 ഒക്കെ സമയത്ത് സൗദി അറേബ്യയിലൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ 4-5 പേര് റൂമിലുണ്ടാകുമ്പോൾ അന്ന് ഫോണും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു മഞ്ഞ കളറിലെ ലെറ്റർ ഹെഡും കാര്യങ്ങളൊക്കെയാണെന്നുള്ളത്. നാട്ടിൽ ഒരു എഴുത്തയച്ചാൽ ഏകദേശം കിട്ടുന്നത് ഒരു 14 ദിവസം 15 ദിവസം കഴിയുമ്പോഴാണ്. അത് തിരിച്ചു വരുമ്പോഴേക്കും ഒരു മാസം ഏകദേശം. ആ ഒരു ലെവലിൽ ജീവിച്ചിരുന്ന ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം ഒക്കെ പങ്കുവച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ ഒരു 2 പേരുള്ള റൂമാണെങ്കിൽ പോലും 2 പേരും 2 മൂലയിൽ ഫോണായിട്ടിരിക്കും. ഭക്ഷണം കഴിക്കാൻ 4 ആള്, അച്ഛനും അമ്മയും മക്കളും കൂടി 4 പേര് കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയാൽ പോലും അവർക്ക് പരസ്പരം ഒന്നും പറയാനില്ല. 4 പേരും 4 ഫോണിലായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കെട്ട കാലഘട്ടം എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇതിനേക്കാൾ അപ്പുറം എന്തൊക്കെയോ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കെയർ ചെയ്തില്ല എങ്കിൽ, നമ്മൾ സെൽഫ് നമ്മൾ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ ഇതൊന്നും
ഈ ലോകത്ത് ഈ ഇതൊക്കെ നടക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കും നടക്കും. ഈ സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഡ്രഗ് അഡിക്ഷൻ പോലെ അല്ലെങ്കിൽ ഇക്ക പറഞ്ഞ പോലെ അതിനേക്കാളും ഡേഞ്ചറസ് ആണ്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ ഇപ്പോൾ? നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടം എന്താ വെച്ചാൽ രാവിലെ നീറ്റാലും രാത്രി കിടക്കുമ്പോഴും ഇടയ്ക്ക് നീറ്റാലും ഒക്കെ നമ്മൾ ഫോൺ എടുത്തു നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഏറ്റവും ഇതല്ലാതെ അതന്നെ അത് മാത്രമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. സത്യം. സോ ഈ ഒരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള എന്താ പറയുക ഒരു ഐ ഓപ്പണർ അഡ്വൈസും ഈ ഒരു ചിൽ ആറ്റിറ്റ്യൂഡും വെച്ചിട്ട് ഇത്രയും നേരം വളരെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ടു ദ പോയിന്റ് ആയിട്ടുള്ള അടിപൊളി ആൻസേഴ്സ് ആയിരുന്നു. ഇറ്റ് വാസ് എ പ്ലെഷർ. Thank you so much. So life is once, life is precious, and every second cherish it, celebrate it. Thank you.